നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 സദാ രാമസ്മരണ മാത്രം അനുഗ്രഹമായി ചോദിച്ചു വാങ്ങിയ ഭക്തനാണ് ഹനുമാൻ. ആ ഭക്തിയുടെ പൂർണ്ണത വെളിപ്പെടുന്ന സന്ദർഭമാണ് പട്ടാഭിഷേക സമയം. പട്ടാഭിഷേക സമയത്ത് സർവർക്കും വിവിധ തരം ഉപഹാരങ്ങൾ കൊടുക്കുമ്പോൾ ഹനുമാനും കിട്ടി ഒരെണ്ണം. സീതാദേവിയാണ് അത് സമ്മാനിച്ചത്. തനിക്ക് കിട്ടിയ സമ്മാനം തിരിച്ചും മറിച്ചും മണത്തും നോക്കി. പിന്നീടത് കടിച്ചു പൊട്ടിച്ചു. ചെവിയോട് ചേർത്ത് വെച്ച് നോക്കി. എന്നിട്ട് ഇഷ്ടക്കേടോടെ അതെടുത്ത് വലിച്ചെറിഞ്ഞ് ഹനുമാൻ അസ്വസ്ഥനായി. ഇത് കണ്ട് എല്ലാവരെയും പോലെ സീതാദേവിക്കും വിഷമമായി. ദേവി ചോദിച്ചു, എന്താണ്, എന്തു പറ്റി? ഞാൻ വളരെ ആദരവോടുകൂടിയ നൽകിയ ഈ ഉപഹാരങ്ങൾ നശിപ്പിക്കുന്നത് എന്നെ അപമാനിക്കുന്നതിന് തുല്യമാണ്. ഇത് കേട്ട് ഹനുമാൻ വളരെ ഭക്തിപൂർവ്വം ദേവിയോട് പറഞ്ഞു, ഇതിന് രാമൻ്റെ മണമില്ല, രാമൻ്റെ ശബ്ദമില്ല, രാമമന്ത്രധ്വനി കേൾക്കുന്നില്ല. ഇത് കേട്ട സമയം പട്ടാഭിഷേക സദസ്സ് ആശ്ചര്യപ്പെട്ടു. ഈ പറഞ്ഞതെല്ലാം നിന്നിലുണ്ടോ എന്ന് അവിടെയുണ്ടായിരുന്നവർ ഒരേ സ്വരത്തിൽ ചോദിച്ചു. അപ്പോൾ ഹനുമാൻ നെഞ്ച് പിളർന്ന് ഹൃദയത്തിൽ സീതാരാമ ലക്ഷ്മണന്മാരെ കാണിച്ചു കൊടുത്തു. പൂർണ്ണഭക്തിയുടെ അത്ഭുത നിമിഷമായാണ് രാമായണത്തിലെ ഈ രംഗത്തെ വിലയിരുത്തുന്നത്. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാറിന്റെ രാമായണ പാരായണം കേൾക്കാം. പണ്ഡിതമാനവാൻ നിഖിലവനചര നിവഹ മധ്യസ്ഥിതൻ ഭൃശം നിഷ്കിഞ്ചനപ്രിയൻ ഭേദഹീനാത്മകൻ ശ്വഭജനുമൊരവനിസുരവരനുമവനൊക്കുമീശ്വാക്കളും ഗോക്കളും ഭേദമില്ലേതുമേ ഭവതിയയുമൊരു ശബരതരുണിയയുമാത്മനാ പാർത്തു കണ്ടാലവനില്ല ഭേദം പ്രിയേ ഭവതിയയും അകതളിരിലവനിഹ മറന്നിതു ഭർത്താവിനെ പാർത്തിരുന്നതിനി മതി ത്വയി വിമുഖനവനനിശമതിനു നഹി സംശയം ത്വദ്ദാസദാസോഹമദ്യ ഭജസ്വ മാം. അടുത്തതായി രാമായണ ദർശനം. സീതയുടെ മുന്നിൽ രാമനെ രാവണൻ നിന്ദിക്കുകയാണ്. കാട്ടാളന്മാരോടൊപ്പം കഴിയുന്ന രാമന് എന്ത് ഗുണമാണുള്ളതെന്ന് രാവണൻ സീതയോട് ചോദിക്കുന്നു. ഒരുവിധ ഐശ്വര്യവുമില്ലാത്തവനാണ് അവൻ്റെ ചങ്ങാതിമാർ. മാത്രമോ പട്ടിയെ പാചകം ചെയ്ത് കഴിക്കുന്നവരും രാജാക്കന്മാരും രാമന് തുല്യരാണ്. അത് തിരിച്ചറിയാനുള്ള സദ്ബുദ്ധിയുമില്ല. ഒരു കാട്ടാള സ്ത്രീയും സീതയും രാമന് തുല്യമാണ്. രാവണന്റെ നിന്ദ്യമായ ഈ വാക്കുകളിലെ ശ്രേഷ്ഠത എന്താണെന്ന് വ്യാഖ്യാനിക്കുകയാണ് സ്വാമി ചിദാനന്ദപുരി രാമായണ ദർശനത്തിൽ. നമുക്കത് കേൾക്കാം. സീതയോട് രാവണൻ പ്രേമാഭ്യർത്ഥന ചെയ്യുന്ന ഭാഗമാണ്. അതിൻ്റെ ആരംഭത്തിൽ ശ്രീരാമനെ
ദ്വയാർത്ഥ പ്രയോഗങ്ങളെ കൊണ്ട് നിന്ദിക്കുകയാണ്. എന്തിന് നീ രാമനെ കാത്തിരിക്കണമെന്ന് ചോദിക്കുകയാണ്. അതേസമയത്ത് ഓരോ വാക്യത്തിലും ഭഗവാനെ, ശ്രീരാമനെ സ്തുതിക്കുകയുമാണ്. അവസാനം പറഞ്ഞു, മാനഹീനനാണ് അവൻ, അഭിമാനരഹിതനാണ്. അതാണ് ഭഗവാന്റെ സ്വരൂപം. അഥവാ നിന്ദാർത്ഥകമായി പറഞ്ഞാൽ ഒരഭിമാനവുമില്ലാത്തവനാണ്, ഒരു മാനവുമില്ലാത്തവനാണ്. എന്നല്ല പണ്ഡിതമാനവാൻ, ഞാൻ വലിയ പണ്ഡിതനാണെന്ന് വിചാരിച്ച് നടക്കുന്നവനാണ്. അഥവാ സത്വഗുണപ്രധാനമായ ഉപാധിയെ സ്വീകരിച്ചാൽ സർവവിധ അറിവിൻ്റെയും നിധിയാണ്. തുടർന്ന് നിഖിലവനചര നിവഹ മധ്യസ്ഥിതൻ ഭൃശം നിഷ്കിഞ്ചന പ്രിയൻ ഭേദഹീനാത്മകൻ ശ്വപജനുമൊരവനിസുരവരനും അവനൊക്കുമിശ്വാക്കളും ഗോക്കളും ഭേദമില്ലേതുമേ. ഭവതിയെയും ഒരു ശബര തരുണിയെയും ആത്മന പാർത്തു കണ്ടാൽ അവനില്ല ഭേദം പ്രിയേ. നീ ആരെയാണ് കാത്തിരിക്കുന്നത് ഹേ സീതേ? വെറും കാട്ടാളന്മാരുടെ നടുക്ക് താമസിക്കുന്നവനോ? വനവാസികളുടെ മധ്യത്തിൽ കാട്ടിൽ അലഞ്ഞു നടക്കുന്നവനെയാണോ നീ ആഗ്രഹിക്കുന്നത്? ഒന്നിനും കൊള്ളാത്ത, യാതൊരു സമ്പദ് ഐശ്വര്യങ്ങളും ഇല്ലാത്തവരാണ് അവൻ്റെ കൂട്ടുകാർ. നിഷ്കിഞ്ചനന്മാരാണ് അവൻ്റെ കൂട്ടുകാർ. ഒരു ഗുണം അവനെ കൊണ്ടില്ല. ഇനി അവനൊരു വ്യത്യാസവുമില്ല. നിന്നോടോ മറ്റുള്ളവരോടോ ഒരു വിഭേദവും അവനില്ല. നിന്നോടൊരു പ്രേമവും അവനില്ല. പട്ടിയെ പാചകം ചെയ്ത് കഴിക്കുന്നവരും രാജാക്കന്മാരുമൊക്കെ അവന് തുല്യം തന്നെ. അവരെപ്പോലും വേർതിരിച്ചറിയാനുള്ള വിവരം രാമനില്ല. എന്നല്ല, പട്ടിയെയും പശുവേയും അവൻ ഒരുപോലെ കാണുന്നു. അത്ര നികൃഷ്ടനാണ്. ശ്രേഷ്ഠമായി ആദരിക്കേണ്ടുന്നതായ പശുവെ ആദരിക്കാനും അതിൽ നിന്ന് ഭേദപ്പെട്ട് പട്ടിയെ കാണാനുള്ള സദ്ബുദ്ധി പോലും അവനില്ല. അവനെല്ലാം കണക്ക് തന്നെ. എന്നല്ല, നീ വളരെ പ്രേമത്തോടു കൂടി അവനെ കാത്തിരിക്കുന്നല്ലോ. വാസ്തവത്തിൽ നിന്നെയും ഒരു കാട്ടാളത്തിയെയും അവന് തുല്യമാണ്. ഒരു കാട്ടാള സ്ത്രീയെയും നിന്നെയും അവന് തുല്യമാണ്. ഒരു വ്യത്യാസവുമില്ല. ഇങ്ങനെയുള്ള ഒരുത്തനെയാണോ ഹേ സീതേ നീ കാത്തിരിക്കുന്നത് എന്ന് ചോദ്യം. ഇവിടെ ശ്രേഷ്ഠമായ അർത്ഥം, നിഖില വനചര നിവഹ മധ്യസ്ഥിതനാണവൻ. തപസ്വികളായ, വനത്തിൽ തപസ്സനുഷ്ഠിക്കുന്ന ശ്രേഷ്ഠന്മാരായ മഹർഷിമാരുടെ മധ്യസ്ഥിതനാണ് രാമൻ. തപോനിഷ്ഠന്മാരായ മഹാത്മാക്കളുടെ മധ്യം ഹൃദയം, ആ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നവനാണ് രാമൻ. അതാണ് രാമൻ്റെ പാരമാർത്ഥിക സ്വരൂപം. എന്നല്ല, ഭൗതികമായ ബാഹ്യമായ സമ്പദൈശ്വര്യങ്ങളിലൊന്നും അർത്ഥം കാണാതെ ഇതൊന്നുമല്ല പരമം എന്ന് മനസ്സിലാക്കി അവയെ മുഴുവൻ ഉപേക്ഷിച്ച സന്യാസി വര്യന്മാർക്ക് അത്യന്തം പ്രിയനാണ്. അങ്ങനെയുള്ള യതീശ്വരന്മാരാൽ ബന്ധിക്കപ്പെടുന്നവനാണ്. നിഷ്കിഞ്ചന പ്രിയൻ, സർവോപരി ഭേദഹീനാത്മകൻ. ഭഗവാൻ ഒരു വ്യത്യാസവുമില്ല. അവിടെ നല്ലതെന്നോ ചീത്തയെന്നോ, സുഖമെന്നോ ദുഃഖമെന്നോ, മാനമെന്നോ അപമാനമെന്നോ, ധനികനെന്നോ ദരിദ്രനെന്നോ, എന്തിന് ജീവജഗത് ഈശ്വര ഭേദങ്ങൾ പോലും അവനില്ല. ആ പാരമാർത്ഥികമായ അദ്വൈത സ്വരൂപത്തിലാണ് ഭഗവാൻ നിലകൊള്ളുന്നത്. ആ സമദൃഷ്ടിയോടുകൂടിയ വിജ്ഞാനി ശ്വപജനെയും അവനിസുരവരനെയും ഒരുപോലെ കാണുന്നു. അവനിസുരൻ ഭൂമിയിലെ ദേവൻ, ഭൂദേവൻ, ബ്രാഹ്മണൻ. ഇപ്പോൾ ബ്രാഹ്മണ ശ്രേഷ്ഠനെയും ചണ്ടാളനെയും ശ്വപജൻ എന്ന് പറയുമ്പോൾ ശ്വാവിനെ പാചകം ചെയ്ത് കഴിക്കുന്നവനാണ്. ഇപ്പോൾ പട്ടിയെ പാചകം ചെയ്ത് ഭക്ഷിക്കുന്നവനെയും ബ്രാഹ്മണ ശ്രേഷ്ഠനെയും ഒരുപോലെയാണ്. ഒരു ഭേദവുമില്ല. സർവരിലും സമദൃഷ്ടിയാണ് ഈശ്വരന്. എന്നല്ല, ശ്വാക്കളും ഗോക്കളും അവിടെ ഭേദമില്ല. വിദ്യാവിനയസമ്പന്നനായ ബ്രാഹ്മണനിലും പശുവിലും ആനയിലും പട്ടിയിലും ആ പട്ടിയെ പാചകം ചെയ്ത് കഴിക്കുന്നവനിലും സമദർശിയാണെന്നുള്ളതാണ് വിദ്വാൻ്റെ ലക്ഷണം.
വിദ്യാവിനയസമ്പന്നേ ബ്രാഹ്മണേ ഗവിഹസ്തിനി ശുനിചൈവശ്വപാകേച്ച പണ്ഡിതാ സമദർശിന. ആ സമദർശിയായിരിക്കുന്ന പണ്ഡിതനാണ് ഭഗവാൻ. സർവത്ര സമബുദ്ധിയാണ്. എന്നല്ല, ഭവതിയെയും ഒരു വനവാസിയായിരിക്കുന്ന സ്ത്രീയെയും ഒരു ഭേദവും അവനില്ല. ഭഗവാന്റെ ദൃഷ്ടിയിൽ ആർക്കും തമ്മിൽ വ്യത്യാസമില്ല. അവിടെ ഉച്ചമെന്നോ നീചമെന്നോ ഇല്ല. അവിടെ വലുത് ചെറുത് എന്ന വ്യത്യാസമില്ല. സർവരെയും ഭഗവാൻ ഒരുപോലെ കാണുന്നു. നമേ ദ്വേഷ്യോസ്തി ന പ്രിയ സമോഹം സർവഭൂതേഷു തുടങ്ങിയ വാക്യങ്ങൾ ശ്രദ്ധിക്കുക. ഇതാണ് അവിടുത്തെ പാരമാർത്ഥികമായ രൂപം. ഭവതിയെയുമകതളിരിലവനിഹ മറന്നിതു ഭർത്താവിനെ പാർത്തിരുന്നതിനി മതി. ത്വയി വിമുഖൻ അവൻ അനിശമതിനു നഹി സംശയം ത്വദ്ദാസദാസോഹമദ്യ ഭജസ്വമാം. നിന്നിൽ തീർത്തും അവൻ വിമുഖനാണ്. ഇതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് നിന്നെ അവൻ തീർത്തും മറന്നിരിക്കുന്നു എന്നത് നീ മനസ്സിലാക്കി ഇനി നിൻ്റെ ഭർത്താവിനെ കാത്തിരുന്നത് മതി. അവസാനിപ്പിക്കുക അവനെ കാത്തിരിക്കുന്നത്. ഞാൻ നിൻ്റെ ദാസൻ്റെ ദാസനാണ്. അതുകൊണ്ട് നീ എന്നെ സേവിച്ചാലും എന്നെ സ്വീകരിച്ചാലും. ഇതാണ് രാവണൻ പറയുന്നത്. അപ്പോൾ തീർത്തും മായയിൽ പ്രകൃതിയുടെ വിലാസങ്ങളിൽ വിമുഖനാണ് പരമാത്മാവ്. അങ്ങനെയുള്ള അല്ലയോ മായാദേവി, നിൻ്റെ ദാസന്മാരിൽ വെച്ച് ദാസനാണ് ഞാൻ, എന്നെ അനുഗ്രഹിക്കണമേ എന്ന് താത്പര്യം. ഇങ്ങനെ ഇത്രയും ഭാഗം രാവണവാക്യങ്ങൾ ദ്വയാർത്ഥങ്ങളോട് കൂടിയതാണ്. ഒരു ദൃഷ്ടിയിൽ സ്തുതിയാണ്, മറ്റൊരു ദൃഷ്ടിയിൽ നിന്ദയാണ്. തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. അടുത്തതായി സനാതനധർമ്മം. യമുനാ നദീതീരത്ത് യുവതിയായ ഒരമ്മ വൃദ്ധന്മാരായ 2 മക്കളെ ശുശ്രൂഷിക്കുന്നു. ഭക്തിയാണ് ആ അമ്മ. മക്കൾ ജ്ഞാനവും വൈരാഗ്യവും. ആധ്യാത്മിക തത്വങ്ങൾ ലളിതമായ കഥകളിലൂടെ ഋഷീശ്വരന്മാർ പറഞ്ഞു തന്നതിൻ്റെ മഹത്വത്തെക്കുറിച്ചാണ് ഇന്ന് സനാതനധർമ്മത്തിൽ സ്വാമി അനഘാമൃതാനന്ദപുരി സംസാരിക്കുന്നത്. ഓം അമൃതീശ്വരിയെ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ പ്രണാമം. ആധ്യാത്മികമായ കാര്യങ്ങൾ പറയുമ്പോൾ അത് മനസ്സിലാക്കാൻ കുറച്ച് എളുപ്പമായിരിക്കണം. പരമസത്യങ്ങളാണത്. പക്ഷേ പരമസത്യങ്ങൾ ലളിതമായി അവതരിപ്പിച്ചാൽ മാത്രമേ സാധാരണക്കാരുടെ മനസ്സിൽ അത് പച്ച പിടിച്ച് നിൽക്കുകയുള്ളൂ, മനസ്സിലാകുകയുള്ളൂ. വെറുതെ കേട്ടുപോയിട്ട് കാര്യമില്ല. അപ്പോൾ സാധാരണ ജനത്തെ തീരെ സ്വാധീനിക്കാൻ കഴിയാത്ത തത്വങ്ങൾക്കോ അല്ലെങ്കിൽ വിശ്വാസങ്ങൾക്കോ നിലനിൽപ്പുണ്ടാകാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഭാരതീയ ആചാര്യന്മാർ ആധ്യാത്മികമായ രഹസ്യങ്ങളെ, തത്വങ്ങളെ, പ്രപഞ്ച രഹസ്യങ്ങളെയെല്ലാം വളരെ ലളിതമായിട്ടുള്ള കഥകളിലൂടെ പുരാണത്തിലും ഇതിഹാസത്തിലും ഒക്കെ ആയിട്ട് അനേക തരത്തിൽ വളരെ രസകരമായിട്ട് നമുക്ക് അവതരിപ്പിച്ചു തരുന്നത്. അപ്പോൾ സാധാരണ ബുദ്ധിക്ക് ഉൾക്കൊള്ളാവുന്ന തരത്തിലാക്കിയിട്ട് ആധ്യാത്മിക തത്വങ്ങളെ അതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. അത് വളരെ രസകരമായ കഥകളിലൂടെ നമുക്ക് പറഞ്ഞു തരികയും ചെയ്യുന്നു. അതിലൊന്ന് പത്മപുരാണത്തിൽ ഉള്ളത് നമുക്ക് നോക്കാം. നാരദ മഹർഷി സഞ്ചാരിയാണല്ലോ. മഹർഷിയുടെ സഞ്ചാരത്തിനിടയിൽ യമുനയുടെ തീരത്തെത്തിയപ്പോൾ അവിടെ മഹർഷി കണ്ടത് ഒരു യുവതി 2 വൃദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നത് കണ്ടു. കൗതുകം തോന്നിയ മഹർഷി അവരുടെ അടുത്തെത്തി. അപ്പോൾ അബോധാവസ്ഥയിലായിട്ടുള്ള വൃദ്ധന്മാരെ ഉണർത്തുവാൻ വേണ്ടിയിട്ട് ഈ യുവതി പാടുപെടുകയാണ്. അപ്പോൾ യുവതിയുടെ കഷ്ടപ്പാട് കണ്ടിട്ട് മഹർഷിയുടെ മനസ്സലിഞ്ഞു. മഹർഷി കാര്യം ചോദിച്ചു. അപ്പോഴാണ് യുവതി കാര്യങ്ങൾ വിവരിക്കുന്നത്, പരിഹാരത്തിന് മഹർഷിയുടെ സഹായവും തേടുന്നത്.
യുവതി പറഞ്ഞത് ജന്മദേശം വിട്ട് പല സ്ഥലത്തും ചുറ്റിക്കറങ്ങി അവർ അവസാനം യമുനയുടെ തീരത്ത് എത്തി. അവിടെ വെച്ച് ഭക്തിയുടെ 2 മക്കളും വൃദ്ധരായി എന്നാണ് പറഞ്ഞത്. കേൾക്കുമ്പോൾ നമുക്ക് രസകരമായി തോന്നും, കൗതുകം തോന്നും, അത്ഭുതം തോന്നും. ഇവിടെ ശ്രദ്ധിക്കാനുള്ള കാര്യം, അമ്മ യുവതിയായിരിക്കുമ്പോൾ മക്കൾ വൃദ്ധരാകുന്നു. ഇത് പ്രകൃതി വിരുദ്ധമാണല്ലോ. ഇവിടെ യുവതിയുടെ പേരാണ് കൗതുകം. യുവതിയുടെ പേര് ഭക്തി എന്നായിരുന്നു. കൂടെയുള്ള 2 വൃദ്ധ മക്കൾ, ഒരാളുടെ പേര് ജ്ഞാനമെന്നും മറ്റൊരാളുടെ പേര് വൈരാഗ്യമെന്നാണ്. ശ്രദ്ധിക്കുക, ജ്ഞാനവൈരാഗ്യത്തെക്കുറിച്ച് പറഞ്ഞു തരാൻ ആചാര്യന്മാർ കണ്ടെടുത്തൊരു മാർഗം. ഈ വൈരുദ്ധ്യം പരിഹരിക്കാനാകാതെ ഭക്തി വലഞ്ഞു. ഭക്തി എന്ന് പറഞ്ഞാൽ യുവതിയാണ്. മഹർഷിയോട് പ്രശ്നപരിഹാരത്തിന് ആരാഞ്ഞു. മഹർഷി വേദാന്ത സാരമൊക്കെ പറഞ്ഞു കേൾപ്പിച്ചു. പക്ഷേ ഒരു ഫലവും ഉണ്ടായില്ല എന്നുള്ളതാണ് സത്യം. അവസാനം നാരദ മഹർഷി നിത്യയൗവനം പ്രാപിച്ചവരായ ബ്രഹ്മപുത്രന്മാരെ സ്മരിക്കുകയുണ്ടായി. അങ്ങനെ ബ്രഹ്മപുത്രന്മാരുടെ നിർദ്ദേശപ്രകാരം ഭക്തി പുത്രന്മാരെ ഭാഗവതം വായിച്ച് കേൾപ്പിച്ചു. ഭക്തി എന്ന് പറയുന്നത് യുവതി ആണ് എന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ പാരായണം ശ്രവിച്ച, ഭാഗവത പാരായണം ശ്രവിച്ച ആ വൃദ്ധന്മാർക്ക് യൗവനം തിരികെ ലഭിച്ചു എന്നാണ് കഥ. കേൾക്കുമ്പോൾ നമുക്ക് വളരെ കൗതുകവും അല്ലെങ്കിൽ അത്ഭുതമൊക്കെ തോന്നും. പക്ഷേ ഭക്തിയെക്കുറിച്ചും വൈരാഗ്യത്തെക്കുറിച്ചും ജ്ഞാനത്തെക്കുറിച്ചും എല്ലാം നമുക്ക് പറഞ്ഞു തരാൻ കഴിയുന്ന ഈ മാർഗങ്ങളിലൂടെ എങ്ങനെയെല്ലാമാണ് പോകേണ്ടത്, ഇതിലേതാണ് നമുക്ക് സ്വീകാര്യമായത്, ഏതാണ് നമുക്ക് യോഗ്യമായത്, ഏതാണ് നമ്മുടെ വഴിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സൗകര്യപ്രദമായത്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം പറയുന്നത്. ജ്ഞാനമെന്ന് പറയുന്നത് വിചാരപ്രധാനമാണെങ്കിൽ ഭക്തി എന്ന് പറയുന്നത് വികാരപ്രധാനമാണ്. അപ്പോൾ ലളിതമായ പുരാണങ്ങളിലൂടെ, കാരണം നമ്മളെ സംബന്ധിച്ചോളം വളരെ വലിയ തത്വങ്ങൾ വായിച്ച് മനസ്സിലാക്കുന്നതിന് പരിമിതമായിട്ടുള്ള അറിവുകൾ മാത്രം പോരാ. അപ്പോൾ ഈ വേദാന്ത സാരം ഫലപ്രദമായി ഭക്തരുടെ മനസ്സിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നും അതിലൂടെ, അതായത് ഈ ഭാഗവതം പോലെയുള്ള ഗ്രന്ഥങ്ങളിലൂടെ സാധിക്കുമെന്നും അതിലൂടെ അവർക്ക് ശാശ്വതാനന്ദം പകർന്നു നൽകാൻ കഴിയുമെന്നുമാണ് സാരം. ഇവിടെ ഭാഗവതം വെറൊരു കഥ മാത്രമല്ല. നോക്കിയാൽ അറിയാം, അതിലെ അനേകം സ്തുതികൾ ജീവാത്മ പരമാത്മ ഐക്യത്തെ കാണിക്കുന്നുണ്ട്. പക്ഷേ പറയുന്ന രീതിയുടെ വ്യത്യാസമുണ്ടെന്ന് മാത്രം നമുക്ക് ആകർഷകമായി തോന്നും. അപ്പോൾ പുരാണങ്ങളുടെ ഉദ്ദേശം ആലോചന വഴിക്കുള്ള സ്വഭാവ രൂപീകരണത്തിന് മനുഷ്യനെ സഹായിക്കുകയാണ്. അമ്മയുടെ ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ, അമ്മയുടെ വാക്കുകളിൽ അമ്മ പറയും, ഭക്തി എന്ന് പറയുന്നത് പെറ്റമ്മയുടെ മടിയിൽ കിടന്ന് അമ്മയുടെ പാൽ കുടിക്കുന്നത് പോലെയാണെങ്കിൽ ജ്ഞാനമെന്ന് പറയുന്നത് താഴെ ഇരുന്നുകൊണ്ട് കുപ്പിപ്പാൽ കുടിക്കുന്നത് പോലെയാണെന്ന് അമ്മ പറയും. അപ്പോൾ നമുക്ക് ഭക്തി ആ മാർഗത്തിലൂടെ, അല്ലെങ്കിൽ പുരാണ കഥകളിലൂടെ വേദാന്ത സാരങ്ങളെ, ഉന്നതമായ തത്വങ്ങളെ മനസ്സിലാക്കാനുള്ള എളുപ്പമാർഗം ഋഷിമാർ പറഞ്ഞു തന്ന രീതിയാണ് എന്നുള്ള കാര്യം നമ്മളെപ്പോഴും നമ്മുടെ മനസ്സിൽ സ്മരിക്കണം. ഓം അമൃതേശ്വരി നമഃ. അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം.